ബിഫോർ മാരേജ് നമുക്ക് ഒരു വിഷയങ്ങളില്ല. ആഫ്റ്റർ മാരേജ് നമുക്ക് ഈ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ഒരു കപ്പിൾ എന്നുള്ളൊരു തോട്ടിലേക്ക് വരാൻ കുറേ ടൈം എടുക്കും. അല്ലാതെ വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ സംസാരിച്ചാൽ ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു. കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുഴപ്പങ്ങളൊന്നുമില്ല, പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അപ്പൊ പിന്നെ ഓക്കെ പോവാന്ന് വിചാരിച്ചത്. അതെ, റിസ്ക് എടുത്തില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. നമ്മളൊരു ഇനിഷ്യേറ്റീവ് എടുക്കണം. എപ്പോഴാണ് റിയാലിറ്റി ഹിറ്റ് ചെയ്തത്? പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചാണ് കല്ലി പരിപാടി, വേറെ കുറച്ച് പരിപാടി അങ്ങനെ. ഞങ്ങൾക്ക് കുഞ്ഞായപ്പോഴാണ് അത് തോന്നിയത്. അതിനു മുമ്പ് വരെ നമുക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. അടിപൊളിയായിരുന്നു. വിചാരിക്കുന്ന പോലെ എല്ലാ പാരന്റിംഗ് അവനായി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. എനിക്ക് വേണ്ടായിരുന്നൊന്നും തോന്നിയില്ല. ഇത് വല്ലാത്ത എനിക്ക് പറ്റിയ ആൾ ഇത് തന്നെയാണ്. പിന്നെ അല്ല എന്നുവെച്ചാ എന്താ പറഞ്ഞേ, എനിക്ക് എന്റെ കുറച്ച് സ്വഭാവ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വെള്ളോടിയൊന്നും ഇല്ല കേട്ടോ, അല്ലാതെ ഹാബിറ്റ്സ് കുറച്ചുണ്ട്. അപ്പൊ അതൊക്കെ ഇയാൾക്ക് അറിയാം, വൃത്തിയായിട്ട് അറിയാം. സോ നമുക്ക് നമ്മൾ അറിയാന്നുള്ള കിട്ടിയാൽ പോരെ. നമ്മള് വെറുതെ എന്തിനാ അറിയാത്ത ഒരാളെ കിട്ടുന്നത്? ഹെൽത്തി റിലേഷന്റെ ഒരു രഹസ്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. വൈഫ് പറയും, നമ്മൾ പ്രശ്നങ്ങളൊന്നുമില്ല, വലിയ വലിയ സിവിയർ സംഭവം മാത്രം നമ്മൾ അഭിപ്രായം പറഞ്ഞാൽ മതി. ചെറുതൊക്കെ കുഴപ്പമില്ല, അസുഖങ്ങൾ വെച്ചല്ലേ പൂട്ടെന്ന് വെച്ച് തള്ളിക്കളയുക. നിങ്ങൾ രണ്ടുപേരും ഒരു പാരലൽ യൂണിവേഴ്സിൽ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വ്ളോഗിങ്ങോ കാര്യങ്ങളോ കണ്ടന്റ് ക്രിയേഷനോ ഒന്നുമില്ല, എന്ത് ജോലിയായിരിക്കും അവിടെ ചെയ്യാൻ ചാൻസ് ഉള്ളത്? നിങ്ങളുടെ ടാലന്റ് വെച്ചിട്ട് വ്ളോഗിങ്ങോ കണ്ടന്റ് ക്രിയേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, എന്തായിരിക്കും രണ്ടുപേരും ചെയ്യാൻ ചാൻസ് ഉള്ളത്? വേറൊരു ലോകത്ത് വേറൊരു ശീതൾ, കരാട്ടെ മാസ്റ്റർ ആവാൻ പോയി. ഓൾട്ടർനേറ്റീവ് അല്ല അവിടെ വേറെ നമ്മളെ പോലെ തന്നെ അവിടെ ലോജിക്ക് കൊണ്ടുവരില്ലേ? ഫൺ. ഓ സോറി, ഫൺ ഫൺ. ഞാൻ ഇതൊക്കെ വായിക്കുന്ന കൊണ്ട് പറഞ്ഞു. വേണ്ട വേണ്ട, ഫൺ വേറെ സ്ഥലത്ത്. ശരിയാ, കരാട്ടെങ്കിൽ അങ്ങനെ ശരിയായിരിക്കും. ഞാൻ ഇങ്ങനെ കൊറേ പറമ്പ് വാങ്ങിച്ചിട്ട് കൃഷി, ചീര, അല്ല പണിക്കാരെ നിർത്തും. ഇടയ്ക്കിടയ്ക്ക് ഡെയിലി നോക്കിയാന്ന് പറയും. ഇടയ്ക്കിടയ്ക്ക് നോക്കിയത് എപ്പോഴും ഡെയിലി രാവിലെ. അങ്ങനെ അങ്ങനെ അതാണ് എനിക്കിഷ്ടം. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് കളർഫുൾ സ്റ്റോറീസ് ബൈ മൈൽസ്റ്റോൺ മേക്കേഴ്സ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റർ കപ്പിളാണ് ശീതൾ ആൻഡ് വിനു. ഹായ് ബോത്ത് ഓഫ് യു, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഇപ്പൊ അഞ്ച് വർഷം കഴിഞ്ഞില്ലേ ഇപ്പൊ 50th ഇയർ ആനിവേഴ്സറി ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു. അപ്പൊ നിങ്ങളുടെ ലൈഫില് നിങ്ങൾ ആ ഒരു മെയ്ഡ് ഫോർ ഈച്ച് അതർ മൊമെന്റ് എന്ന് ഫീൽ ചെയ്തൊരു മൊമെന്റ് ആണ്. ഈ ഒരു 5 കൊല്ലത്തിനിടയ്ക്ക് ഒരു മൊമെന്റ് ഉണ്ടായിരിക്കുമല്ലോ. അതായത് നിങ്ങൾക്ക് വേറെ ഡയലോഗ് ഒന്നുമില്ല, ഒരു 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 ബീജം ഇങ്ങനെ കണ്ടിലിങ്ങനെ നോക്കിയപ്പോ അതെ നമ്മൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണെന്ന് തോന്നിയ ഒരു മൊമെന്റ്. ഒന്നും തോന്നിയിട്ടുണ്ട്. ഫോർ ഈച്ച് അതർ എന്ന് വെച്ചാൽ ഞങ്ങൾ അന്ന് ഫ്രണ്ട്സ് ആയിരുന്നു. ഇയാള് ട്രെയിൻ കയറിയ സ്ഥലത്ത് പോവാ. നമ്മുടെ ആലുവയിൽ നിന്ന് കയറിയപ്പോ ഒരു ഹാർഡ്ലി 20 മിനിറ്റ്സേ ഉള്ളൂ ട്രെയിൻ യാത്ര പോകേണ്ടത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് കൊടുത്തു. എന്നിട്ട് ഇയാൾ അറിയാണ്ട്, ഇയാൾക്ക് ഓൾറെഡി ട്രെയിൻ പോകാൻ പേടിയാ. അപ്പൊ അന്ന് ഒരു ഭയങ്കര ഇഷ്യൂ ആയിട്ടിരിക്കുക. ഈ ഹിന്ദിക്കാർ കുറെ പേര് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ലേഡീസ് സേഫ്റ്റി ഭയങ്കര പ്രശ്നത്തിരിക്കുവാണ്. എനിക്ക് തിരിച്ച് വേഗം വീട്ടിൽ പോകണം. അപ്പം ഞാൻ ടാറ്റയെ കൊടുത്ത് വിട്ട്. അപ്പോൾ ഇയാൾ ട്രെയിനിൽ കയറിയിട്ട് എന്നെ അപ്പോൾ തന്നെ ഫോൺ ചെയ്യടാ, ഒന്ന് കോളിൽ നിൽക്കാനൊക്കെ പറഞ്ഞു നിന്നു. ആക്ച്വലി ഞാൻ 2 ടിക്കറ്റ് എടുത്തായിരുന്നു. ടിക്കറ്റ് എങ്ങാണ്ട് 30 രൂപ എന്തോ ഉള്ളായിരുന്നു ടിക്കറ്റ് സമയത്ത്. ഇപ്പൊ 2 ടിക്കറ്റ് എടുത്തു, ഇയാൾ അറിഞ്ഞില്ല എടുത്തത്. അപ്പോൾ ഇയാൾ അവിടെ നിന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് വിളിച്ചോണ്ടിരിക്കുക. അവിടെ വിഷയമായിട്ട് ഇവിടെ മൊത്തം ഹിന്ദിക്കാർ കയറി നിൽക്കുവാണ്. എനിക്ക് ഭയങ്കര പേടിയാന്ന് പറഞ്ഞിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞാൽ ഓപ്പോസിറ്റ് നോക്കാൻ പറയാം. അപ്പൊ ഞാൻ അപ്പുറത്തെ ബോഗി കയറിയിരിക്കുകയായിരുന്നു. ഞാൻ ആ ബോഗിയിൽ നിന്ന് നടന്ന് ഇപ്പുറത്ത് എത്തിയപ്പോൾ ആളെന്നെ കണ്ട്. അപ്പോ ആ ഒരു എക്സൈറ്റ്മെന്റിൽ എനിക്ക് തോന്നി എന്നെ ഭയങ്കര ഇഷ്ടമാണ് തോന്നി എനിക്ക്. കണ്ടു. അതാണ് മെയ്ഡ് ഫോർ ഈച്ച് അതർ. അത് എനിക്കിപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നത്രേ ഉള്ളൂ. മൊമെന്റ് ആണ്. എനിക്ക് ഇടക്കിടക്ക് തോന്നാറുണ്ട്. അതെന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിലൊക്കെ പെട്ടിങ്ങനെ നിൽക്കണെങ്കിൽ ഞാൻ ഇവനിങ്ങനെ നോക്കുമ്പോ ഇവന് മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 ദിവസം മുമ്പ് ഞാൻ ഇങ്ങനെ മനസ്സിലൊരു കാര്യം വെച്ചിട്ട്, എടാ നീ എനിക്കിത് വാങ്ങി തരുമോ? അപ്പൊ തന്നെ അവൻ ഇല്ല തരത്തില്ല. അപ്പൊ ഞാൻ എന്താ ചോദിക്കാൻ പോണെന്ന് നിനക്കറിയോ? അപ്പൊ അവൻ ആ സാധനത്തിന്റെ പേരെന്റെ അടുത്ത് പറയും, ഇല്ല അത് വാങ്ങിക്കാൻ പറ്റത്തില്ല. നിനക്ക് എങ്ങനെ മനസ്സിലാവുന്നടാ? അതിനു മുമ്പ് ഒരു 1 വീക്ക് മുമ്പ് ഞാൻ ഇതുപോലെ, എടാ നമുക്ക് ആ സാധനം വാങ്ങിച്ചാലോ, അത് പറ്റത്തില്ല. ഒരു ഏത് സാധനം ഞാൻ പേര് പറഞ്ഞോ? ഞാൻ എന്തെങ്കിലും ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ആൾക്കത് മനസ്സിലാവും. അതെങ്ങനെ ഇവന് മനസ്സിലാവുന്നത് എനിക്കിതൊരു മനസ്സിലായിട്ടില്ല. ഞാനത് ഈ ചോദ്യം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കണം ചോദിക്കുന്നതിന് മുന്നേ അത് ഇങ്ങോട്ട് പറഞ്ഞു. അതുപോലെ നിങ്ങൾ ഒരു കുറച്ചധികം നാള് ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെയാണ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കല്യാണത്തിലേക്കുള്ള ഒരു മൊമെന്റ് വരുമായിരുന്നല്ലോ. അപ്പോൾ നോർമലി അങ്ങനെയുള്ളൊരു സീനിൽ നമ്മളൊരു നാലിക്കില്ല, ഇതിപ്പോൾ നല്ലൊരു റിലേഷൻ ആണ് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത്, അത് റൂയിൻ ചെയ്യണോ, അങ്ങനെ പൊക്കഴിഞ്ഞാൽ ലവിലേക്കോ അല്ലെങ്കിൽ മാരേജിലേക്ക് പൊക്കഴിഞ്ഞാൽ ശരിയാവും എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് വരത്തില്ലേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഞങ്ങള്
കുറെ ഇരുന്ന് ആലോചിച്ചു ഞങ്ങള്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ആലോചിച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് തീരുമാനിച്ചത്. ഓക്കെ, കുഴപ്പമില്ല. വീഡിയോ കാണുന്ന പറയാണ് നമുക്ക് ബിഫോർ മാരേജ് നമുക്ക് ഒരു വിഷയങ്ങളും ഇല്ല. ആഫ്റ്റർ മാരേജ് നമുക്ക് ഈ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ഒരു കപ്പിൾ എന്നുള്ളൊരു തോട്ടിലേക്ക് വരാൻ കുറേ ടൈം എടുക്കും. അല്ലാതെ വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു. കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുഴപ്പങ്ങളൊന്നുമില്ല, പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അപ്പൊ പിന്നെ ഓക്കെ പോവാന്ന് വിചാരിച്ചേക്ക്. അതെ, റിസ്ക് എടുത്തില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. നമ്മളൊരു ഇനിഷ്യേറ്റീവ് എടുക്കണം. പരസ്പരം അറിയാവുന്നതുകൊണ്ട്. അതെ, അങ്ങനെ അങ്ങ് പോയി. ഇപ്പൊ നമ്മളിപ്പോ കല്യാണം കഴിക്കാൻ ഭയങ്കര എക്സ്പെക്ടേഷൻസ് ആയിരിക്കുമല്ലോ. നമുക്ക് അറിയാത്തൊരു സംഭവമാണല്ലോ ചെയ്യാൻ പോകുന്നത്. ഭയങ്കര എന്തോ സംഭവമായിരിക്കും എഴുതിയാണല്ലോ അതിലേക്ക് വരുന്നത്. എപ്പോഴാണ് റിയാലിറ്റി ഹിറ്റ് ചെയ്തത്? പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചാണ് കല്യാണ പരിപാടി, വേറെ കുറച്ച് പരിപാടി. അങ്ങനെ ഞങ്ങൾക്ക് കുഞ്ഞായപ്പോഴാണ് അത് തോന്നിയത്. അതിനു മുമ്പ് വരെ നമുക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. അടിപൊളിയായിരുന്നു. വിചാരിക്കുന്ന പോലെ എല്ലാ പാരന്റിംഗ് അവനായി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അതുവരെ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ അടിപൊളി. എന്തുകൊണ്ട് നേരത്തെ കല്യാണം കഴിച്ചില്ല എന്നായിരുന്നു ആലോചിച്ചത്. പക്ഷെ കുഞ്ഞിന്റെ ഇത് വന്നപ്പോഴാണ് വിചാരിച്ച പോലെ അത്ര എളുപ്പമല്ല കേട്ടോ എന്ന് നമുക്ക് തോന്നിയത്. അതെ, മറ്റുള്ളവരുടെ കയ്യിൽ കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന കാണുമ്പോ നല്ല രസമാ. നമുക്ക് ഓരോരുത്തർ കിട്ടുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട്. ആഫ്റ്റർ മാരേജ് എനിക്കൊരു കമ്പനിയായി. എനിക്ക് പൊതുവെ അങ്ങനെ ആരുടെയും കൂടെ കമ്പനി കൊടുത്ത ആളാണ് ഞാൻ. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരു വലിയൊരു കമ്പനിയായി. ഇയാൾക്കാണുള്ള ഒരു കമ്പനിക്ക് ആളെ കിട്ടി. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലോകം ഭയങ്കര രസമായിരുന്നു. ഇപ്പം വെളുപ്പിനെ 2:30 ആകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് എന്തെങ്കിലും റീലുണ്ടെന്ന് വിചാരിച്ചോ, മൂന്നാറ് പോയാലോ, പോവാം, അങ്ങനെ ഇറങ്ങും നിങ്ങൾ. അല്ലെങ്കിൽ ഇപ്പം എന്തുവന്നെ ചായ വേണം, വീട്ടിൽ ചായ ഉണ്ടായി. എന്നാലും ഞങ്ങൾ വെറുതെ സ്കൂട്ടറൊക്കെ എടുത്ത് നൈസ പതുക്കെ പുറത്തോട്ടൊക്കെ ഇറങ്ങി ഒരു 2-3 മണിക്കൂറൊക്കെ എടുത്ത് പതി തിരിച്ചു എടുത്തുള്ളൂ. ഇപ്പം മൂന്നാറ് പോയാലോ, നാളെ ഫ്രീ ഉറങ്ങിയാലോ, ആ ഒരു ചിന്ത വരും നമുക്ക്. കാരണം അവന്റെ ടൈം അനുസരിച്ചാണ് നമുക്ക് മാറാം. ഇപ്പം ആളിനിപ്പോ 1.5 വയസ്സായിട്ടേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് വഴക്ക് പറയാനുള്ള പറ്റിയൊരു പ്രായമായിട്ടില്ല അവന്. ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാനുള്ള പ്രായമായിട്ടില്ല അവന്. ഇപ്പോൾ നിങ്ങൾ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നുണ്ട്, ഇത് എഡിറ്റിങ്, ഷൂട്ടിങ്, ഇതിന്റെ കൂടെ ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഭയങ്കര ഹെക്ടിക് ആയിട്ട് തോന്നുന്നില്ലേ? നമുക്ക് ആക്ച്വലി അത് ഉറക്കമൊന്നുമില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് മീൻസ് രാത്രിയിൽ മൊത്തം ഇരുന്ന് വർക്ക് ചെയ്യാണ്. ഇത് എങ്ങനെ മാനേജ് ചെയ്ത് മെന്റലി ഭ്രാന്താവില്ലേ? നിങ്ങൾ ഈ ഫീൽഡിലുള്ളതല്ലേ, നിങ്ങൾക്ക് അറിയാലോ അതിന്റെ ഒരു ബുദ്ധിമുട്ട്. ഒരു ടൈം നമ്മളത് അറിയത്തില്ല. കാരണം നമ്മൾ ഇപ്പം ഉള്ളത് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് യങ് ആയ സമയത്ത് നമുക്കൊന്നും അറിയത്തില്ല. നമ്മൾ ഓക്കെ വർക്ക് വരുന്നു, നമ്മൾ ചെയ്യുന്നു. ഇപ്പൊ രാത്രി നമ്മൾ എഡിറ്റ് ചെയ്യുന്നു, ഷൂട്ട് ചെയ്യുന്നു, ഒരു വിഷയമില്ല. ഒരു മോർണിംഗ് 6:30 അല്ലെങ്കിൽ 7 ഒക്കെ ആകുമ്പോൾ ഉറങ്ങും നമ്മൾ. വീണ്ടും മേ ബി മോർണിംഗിന് ഷൂട്ട് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഒരു ദിവസമൊക്കെ ഞങ്ങൾക്ക് ഫുഡ് പോയിസൺ അടിച്ചു ഞങ്ങൾക്ക്. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് ഒരു മൂവി പ്രൊമോഷൻ ഉണ്ടായിരുന്നു. വെളുപ്പിന് ഒരു 5:30-6 ഷൂട്ടാണ് ഞങ്ങൾക്ക്. എന്നിട്ട് നേരെ ഒരു 1 hour ഉറങ്ങിയിട്ട് നേരെ ട്രിവാൻഡ്രത്തേക്ക് പോയി. അപ്പോൾ അത് ഫുഡ് പോയിസൺ ഞങ്ങൾക്ക്. ഞങ്ങളിവിടെ എടപ്പള്ളിയിൽ ഹോസ്പിറ്റലിൽ കയറി ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് അങ്ങോട്ട് പോണത്. അവിടെ പോയി ഷൂട്ടെല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുത്തില്ല. അവിടുന്ന് തിരിച്ചു വന്നു. അന്ന് കുഞ്ഞൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം. പക്ഷെ നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾ ചിന്തിക്കുന്നറിയാവോ, വീട്ടിൽ പോവാം, അടുത്ത വർക്ക് എടുക്കാം, ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത കണ്ടന്റ് ഷൂട്ട് ചെയ്യാൻ ചിന്തിക്കൊണ്ടിരിക്കുക. കുറെ നാൾ ഇപ്പൊ ഒരു 2 വർഷമായിട്ടുണ്ട് ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തു, ശീതൽ അവന്യൂ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അതിന് ക്രൂ വെച്ചു, ക്യാമറ വെച്ചു, എഡിറ്ററിനെ വെച്ചു. അപ്പൊ ഞങ്ങളുടെ വർക്ക് കുറച്ച് ലോഡ് കുറഞ്ഞു. കുറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഓക്കെ ഇങ്ങനെയൊക്കെ ഇപ്പൊ ഞങ്ങൾക്ക് ആക്ച്വലി ലോഡ് കുറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹെൽത്ത് നോക്കാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം. അപ്പോഴാണ് നമുക്ക് ഒരു ബ്രേക്ക് എടുത്ത് നോക്കുന്നത്. ഓക്കെ, നമുക്ക് ഇത് ഇങ്ങനെയൊക്കെ പ്രശ്നം ഓടിക്കൊണ്ടല്ലേ. മറ്റേത് വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുവാണല്ലോ, ഒരിക്കൽ പോലും നമ്മൾ വണ്ടി സർവീസ് ചെയ്യാൻ കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇപ്പം റിയാലിറ്റി ചെക്ക് ഇപ്പോഴാണ് ഒരു 1.5-2 വർഷമായിട്ട് വന്നിട്ടുള്ളൂ നമുക്ക്. ഇപ്പൊ നമ്മൾ ഷൂട്ടൊക്കെ നൈറ്റ് മാക്സിമം ഒഴിവാക്കും. മാക്സിമം പോയാൽ 12 മണി തീർക്കും. അപ്പൊ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് വന്നിട്ടുണ്ട് നമ്മള്. അതിന് മുമ്പ് വരെ ഈ പറഞ്ഞ പോലെ ഹെക്ടിക് ലൈഫ് ആയിരുന്നു. അതെ, ഞാനത് ആലോചിച്ചു. കാരണം ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് വർക്ക് ചെയ്ത്, അത് ക്രിയേറ്റീവ് ഫീൽഡ് ആണല്ലോ. അപ്പോ തല വർക്ക് ചെയ്യണ്ടേ, എന്നാലല്ലേ നമുക്ക് നെക്സ്റ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അന്നേരം കുറെ ഒക്കെ ആകുമ്പോഴത്തേക്ക് കിളി പോയില്ലേ രണ്ടുപേരും. അന്നേരം ഇത് നിങ്ങൾ എങ്ങനെയാ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാൻഡിൽ ചെയ്യുന്നത്? അതാ പറഞ്ഞത്, കിളി പോയി ഞങ്ങൾക്ക് മനസ്സിലായത് ആൾക്കാരെ ഹയർ ചെയ്തതിന് ശേഷമാണ്. കുഞ്ഞു വന്നപ്പോ ഞങ്ങൾക്ക് കുറെ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഹയർ ചെയ്തു. അപ്പോ ആൾക്കാരെ ഹയർ ചെയ്തപ്പോ നമുക്ക് എഡിറ്റ് ചെയ്യണ്ട, ക്യാമറ ചെയ്യാൻ ആളുണ്ട്. പക്ഷെ ഇതൊക്കെ ആളുണ്ടായിട്ടും ഞങ്ങൾക്ക് ഉറക്കം വരുന്നില്ല. ഞങ്ങളുടെ ഷെഡ്യൂളേ മാറി. വെളുപ്പിനെ ഉറങ്ങുന്ന ആ ഒരു ഇതായപ്പോഴത്തേക്കും ഒരു ജോലി ഇല്ലെങ്കിലും ഇപ്പൊ കുഞ്ഞൊരു 10, 10:30, 11 മണിയാകുമ്പോൾ ഉറങ്ങിയെന്ന് വിചാരിച്ചോ, 2 മണിയായാലും 3 മണിയായാലും ഞാനും ഇങ്ങനെ ഇരിക്കും, ഉറക്കം വരുന്നില്ല. എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഉറക്കം വരുന്നില്ല? അപ്പൊ എന്ന് വെച്ചാൽ ഇത്രയും നാള് നമ്മള് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ ആ ഒരു ഇത്, അത് ആക്ച്വലി നമ്മുടെ ആരോഗ്യത്തിന് ഭയങ്കര പ്രശ്നമുള്ള ഇതാണ്. സോ ഇപ്പൊ ഞങ്ങൾ അതുകൊണ്ട് ഓക്കെ നമുക്ക് ആരോഗ്യം ശ്രദ്ധിക്കണം, കുറച്ചും കൂടി കറക്റ്റ് ആയിട്ട് പോണം എന്നുള്ള സെറ്റപ്പിൽ ഇപ്പൊ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞ ഒരു 4 മാസം
അല്ല ഈ ഒരു 3 കൊല്ലവും 4 കൊല്ലവും അടുപ്പിച്ച് ഇങ്ങനെ ഒരേ റൊട്ടീനിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ റിലേറ്റഡ് ഉണ്ടായോ? ഉറക്കം വരുന്നില്ല, അതാ മെയിൻ ഉറക്കമില്ലായ്മയാണ് പ്രശ്നം. പ്രശ്നം. പിന്നെ കുഞ്ഞുള്ളതുകൊണ്ട് എനിക്ക് ഫീഡ് ചെയ്യാനുള്ളതുകൊണ്ട് എനിക്ക് ഉറക്കമില്ല. ഞാൻ പണ്ട് തൊട്ടേ എന്ന് വെച്ചാൽ സ്കൂളിൽ പോകുന്ന കോളേജിൽ പോകുന്ന സമയത്ത് എനിക്ക് പകൽ ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ലീവ് എടുത്തൊക്കെ കിടന്ന് ഉറങ്ങും. കോളേജിലേക്ക് കോളേജിലൊന്നും പോയിട്ട് ലീവ് എടുത്ത് കിടന്ന് ഉറങ്ങും. ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ കട്ട് ചെയ്ത് സിനിമയ്ക്കൊക്കെ പോകണമെങ്കിൽ ഞാൻ വരുന്നില്ല, ഞാൻ ഉറങ്ങും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പകൽ ഉറങ്ങും. കോളേജിൽ തന്നെ തുടങ്ങുമോ? കോളേജിലും ഉറങ്ങും, വീട്ടിലും കിടന്ന് ഉറങ്ങും, ലീവ് എടുത്ത് ഉറങ്ങും. അപ്പോ എങ്ങനെയാന്ന് വെച്ചാൽ വിനു എങ്ങനെയാന്ന് വെച്ചാൽ 10 മണിയാകുമ്പോ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നുറങ്ങും. രാവിലെ 5:30-6 മണിയാകുമ്പോ എഴുന്നേക്കും. ഭയങ്കരമായിട്ട് ഹെൽത്ത് ശ്രദ്ധിച്ചോണ്ടിരുന്ന വെച്ചാൽ. അപ്പൊ ഞങ്ങൾ രണ്ടും ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ ഞങ്ങള് കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ എന്റെ ഇതിലോട്ടായി. രാത്രി മൊത്തം ഇവനെ കൊണ്ട് കറക്കം എഴുന്നേറ്റിരിക്കല്, പകല് കിടന്നുറങ്ങല്. അപ്പൊ ആൾക്ക് ആ ഒരു ഭയങ്കര ചേഞ്ച് അവനത് ഭയങ്കരമായിട്ട് ബാധിച്ചു. എനിക്ക് പക്ഷെ പ്രശ്നമില്ല, ഇപ്പൊ പ്രശ്നമില്ല. മേ ബി പ്രായം ആകും തോറും എനിക്ക് ബുദ്ധിമുട്ട് വരുമായിരിക്കും. അതുകൊണ്ട് കുഞ്ഞായി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നേരത്തെ ഓക്കെ വേറെ ഒരു പരിപാടിയില്ല, സിനിമ കാണാം, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോവാം, പുറത്ത് ഡ്രൈവിന് പോവാം, അങ്ങനെ. പക്ഷെ കുഞ്ഞു വന്നപ്പോഴത്തേക്കും നമുക്ക് എന്തായാലും എനിക്ക് റെസ്റ്റ് വേണം, ഞാൻ അവനെ ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആള് എനിക്ക് മാക്സിമം ഉറങ്ങാൻ ടൈമൊക്കെ കണ്ടെത്തി തരും, എന്നെ അധികം ഡിസ്റ്റർബ് ഒന്നും ചെയ്യത്തില്ല. പക്ഷെ കുഞ്ഞു ഉറങ്ങിക്കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് ഇങ്ങനെ ഉറക്കമില്ലാതായപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി ഓക്കെ ഇത് ഭയങ്കര നമ്മുടെ ക്രിയേറ്റിവിറ്റിനെ ബാധിക്കും, ഓർമ്മ പെശക് വരും. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി അത് പ്രശ്നമാണെന്ന് കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ അതിനുള്ള പ്രിക്കോഷൻ ഒക്കെ എടുത്തു തുടങ്ങി. ഇപ്പൊ ഞങ്ങൾ അത്യാവശ്യം നീറ്റായിട്ടാണ് പോകും. ഇപ്പൊ കണ്ട് ഇൻസ്പയർ ആയിട്ട് ചിലപ്പോ കപ്പിൾസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നാളെ ഇപ്പോ നമുക്ക് അവരെ പോലെ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യണം, ബിസിനസ് ചെയ്യണം, ഇങ്ങനെ പോകണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായിരിക്കും നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാനുള്ള അഡ്വൈസ്? അതായത് ഇത് നിങ്ങൾ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല, ഒരു ഈസി ആയിട്ട് വരാൻ പറ്റുന്ന ഒരു ഏരിയ അല്ലല്ലോ, അല്ലെങ്കിൽ ഒരു പൊസിഷൻ അല്ലല്ലോ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പൊ അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും? ഈസി ആയിട്ട് വരാൻ പറ്റുന്ന ഒരു പൊസിഷൻ അല്ലാന്ന് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയില് കഴിവുള്ളവർ മാത്രമല്ല, ട്രോള് കിട്ടി നെഗറ്റീവായിട്ട് ചെയ്യുന്നവർ വരെ ഫേമസ് ആവുന്ന ഒരു ഫേമസ് ആണ്. ഇപ്പൊ ഇത്രയും ഫോളോവേഴ്സിനെ കൊണ്ടുവരാം, അറൌണ്ട് 5-6 മില്യൺസ് ഫോളോവേഴ്സ് വരുന്നില്ലേ? അപ്പൊ അതൊക്കെ വരാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതിപ്പം ഞാൻ ആ ഒരു സംഭവമാണ്, ആ ഒരു ജേണിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഈ സ്റ്റാർട്ടിങ് മുതൽ പറഞ്ഞ പോലെ ഉറക്കമില്ല, 5 വർഷം 5 വർഷം പറയാൻ 4.5 വർഷം ഉറക്കമില്ലാത്ത 4.5 വർഷം. അതില് നമ്മൾ അത്രയും സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് കണ്ടന്റ് ഞങ്ങൾ പമ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് പിന്നെ ഞങ്ങൾ കുറച്ച് സ്ലോ ഡൗൺ ചെയ്തത്. ആദ്യമൊക്കെ ഒത്തിരി ഇടുമായിരുന്നു, എല്ലാ പ്ലാറ്റ്ഫോമിലും ഇടുമായിരുന്നു. ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക്, ടിക്ടോക്ക്, പണ്ട് കുറെ ആപ്പില്ലായിരുന്നാടാ, ചിങ്കാരി, എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്, എല്ലാ ആപ്പിലും. സ്നാപ്ചാറ്റ്. നമ്മൾ ആക്ച്വലി എല്ലായിടത്തും നമ്മുടെ ഫേസ് കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇപ്പം നമുക്കുള്ള സോഷ്യൽ മീഡിയസ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുക, നമുക്ക് എവിടുന്നെങ്കിലും ഓർമ്മ ക്ലിക്ക് ആയാൽ മതി നമ്മൾ. പക്ഷേ ഇതുപോലെ തന്നെ ഒരു എന്താ പറയുന്നത്, ഒരിക്കലും യൂട്യൂബ് അല്ലെങ്കിൽ ഈ പറഞ്ഞ വീഡിയോ ക്രിയേഷൻ നിങ്ങൾ ഫുൾ ടൈം ആക്കി എടുക്കാതിരിക്കുക എന്നേ പറയാനുള്ളൂ. കാരണം ചിലർക്കത് ക്ലിക്കാവും, ചിലർക്ക് അപ്പോൾ ഓക്കെ ആവത്തില്ല, അങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ നിങ്ങളിപ്പം ഉള്ള ജോലി കളഞ്ഞിട്ട് ചെയ്യുന്നതിലും ബെറ്റർ ഒരു പാഷൻ ആക്കി എടുത്തിട്ട് നിങ്ങൾ ഇടയ്ക്കൊക്കെ ചെയ്യുക. കാരണം ഞങ്ങൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെയാണ്, ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. ഞാൻ പണ്ട് ഇയാൾ അക്കൗണ്ടന്റ് ആയിരുന്നു. ഞങ്ങളുടെ വർക്കിന് ശേഷം ഞങ്ങൾ നൈറ്റ് മൊത്തം കുത്തിയിരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യും. ഞങ്ങൾ അത് ഒത്തിരി താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളൊരു 6-6:30 ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ 7 ആകുമ്പോൾ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. നൈറ്റ് ഒരു പറഞ്ഞ പോലെ അല്ലെങ്കിൽ വെളുപ്പിനെ വരെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും, എഡിറ്റ് ചെയ്യും. പിന്നെ വീണ്ടും കിടന്നുറങ്ങി രാവിലെ വീണ്ടും വർക്കുണ്ട്, അങ്ങനെ ഇരിക്കുമായിരുന്നു. വൺസ് ഞങ്ങളൊരു 2 lakh ഒക്കെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ സബ്ബൊക്കെ ആയതിനു ശേഷമാണ് ഞങ്ങൾ ഈ പറഞ്ഞ ഓക്കെ നമുക്കിനി ഫുൾ ടൈം ആയിട്ട് ഇറങ്ങാം, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും വ്യൂ ഉണ്ട്, നമുക്ക് ഒരു ഇൻകം നമുക്ക് കിട്ടും എന്ന് മനസ്സിലാക്കിയത്. അതല്ലാതെ ഇപ്പൊ കാണുന്ന ആരും എടുത്ത് ചാടിയിട്ട് ഉള്ള ജോലി എല്ലാം കളഞ്ഞ് ചാടരുതെന്ന് എൻ്റെ അഭിപ്രായമുള്ളൂ, വേറൊന്നുമില്ല. ഈ സോഷ്യൽ മീഡിയ ഒരു പ്രൈമറി ഇൻകം സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ ഭയങ്കര പാടാണെന്നാണോ പറയുന്നത്? അപ്പോൾ അത് ഇച്ചിരി പാടാണ്. കാരണം കൺസിസ്റ്റൻസി വേണം, നന്നായിട്ട് ഹാർഡ് വർക്കും ചെയ്യണം. ഇപ്പോ കുറെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ മുന്നേ നിന്നിരുന്നത്, ഇപ്പൊ ഒരു ടയർ 1 നിന്നിരുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ അവർക്ക് വ്യൂസ് ഇല്ല, അതായത് ഫോളോവേഴ്സ് ഒക്കെ അതുപോലെ തന്നെ ഉണ്ട്, വ്യൂസ് ഇല്ല എന്നുള്ള ഒരു സ്റ്റേജിൽ വരുന്നു. അപ്പൊ റിയലൈസ് ചെയ്തൊരു സാധനമാണ് ഇതിപ്പം ഇതിങ്ങനെ നിരന്തരമായിട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? അതായത് കണ്ടന്റുകൾ റൺ ചെയ്ത് നമുക്ക് ഇൻകം വന്നോണ്ടിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അല്ല, അത് രണ്ട് കാര്യമുണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ അവരുടെ റെലവൻസി തീർന്നു കാണും, അതല്ലെങ്കിൽ അവർക്ക് ഓക്കെ അവർക്ക് ഇതല്ല മറ്റെന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ ഇതിലുണ്ടായി കാണും. ഇപ്പൊ തന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് ആൾക്കാർ കണ്ടു കാണും. അവര് പണ്ട് ഞങ്ങൾ തന്നെ പോലും പണ്ടൊക്കെ ഞങ്ങൾ രാവിലെയും വൈകിട്ടും ഒക്കെ ഞങ്ങൾ വീഡിയോ ഇടുമായിരുന്നു. ഇപ്പൊ ഞങ്ങള് ഒരെണ്ണം ഒരു ദിവസം വൈകുന്നേരം പോസ്റ്റ് ചെയ്യും. വ്ളോഗ് ആണെങ്കിലും പണ്ട് ഞങ്ങൾ ആഴ്ച ഒരെണ്ണം അല്ലാണ്ട് ഇട്ടുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പൊ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ വ്ളോഗ് വളരെ കുറവിടുന്നത് വീഡിയോസിൽ. വലിയ വലിയ ലോങ് വീഡിയോ വ്ളോഗ് ഒക്കെ ഉണ്ടല്ലോ, മേ ബി മന്ത്ലി 1 or 2 ഇടും ഞങ്ങൾ. അത് ഞങ്ങളുടെ പ്രയോറിറ്റി മാറിയെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ ഇൻകം സോഴ്സ് അത് മാത്രമല്ല, ഞങ്ങൾക്ക് മറ്റുള്ള ലൈഫിൽ മറ്റും കുറച്ച് ഏരിയ ഞങ്ങൾക്ക് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഞങ്ങൾക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകല്ലേ. ഇപ്പൊ അന്ന് തൊട്ടേ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ലൈഫ് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് അത് നിങ്ങൾ ഭയങ്കര കണക്റ്റഡ് ആണെന്ന് മനസ്സിലായി. അപ്പൊ അതേ കണക്ക് മൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നൊരു സംഭവം എല്ലാം പറയൂ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറഞ്ഞു തീർക്കും എന്തേലും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറയാൻ ആരും
ഈഗോ കാണിക്കാറില്ല. ഇല്ല ഈഗോ രണ്ടുപേർക്കും കാണിക്കാറില്ല. ഇല്ല അത്രേ ഉള്ളൂ. പിന്നെ നമ്മള് വഴക്ക് ഇപ്പൊ രാത്രി വഴക്കിടുന്ന് വിചാരിച്ചു, നമ്മൾ മാക്സിമം അപ്പൊ തന്നെ വഴക്ക് ഒത്തീർപ്പാക്കും. കഴിഞ്ഞു ഏറിപ്പോ 10-15 മിനിറ്റ് കഴിഞ്ഞു. ഇനി രാത്രി എത്ര വലിയ വഴക്കിട്ട് കഴിഞ്ഞാലും അന്ന് തന്നെ സോൾവ് ചെയ്തിരിക്കും. ഇനി അഥവാ അന്ന് സോൾവ് ചെയ്തില്ലെങ്കിൽ രാവിലെ മറന്നു. ഞങ്ങള് രാവിലെ എഴുന്നേറ്റ് ഫുഡും കഴിച്ച് തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാൻ പുറത്തൊക്കെ, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ പ്രൈവറ്റ് റോഡാണ് ഞങ്ങൾ. അപ്പൊ ചായ എല്ലാം പുറത്തോടെ കുടിച്ച് അവന്റെ ഒപ്പം കളിച്ച് തിരിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മളിതിന് വഴക്കിട്ടില്ലായിരുന്നു. ഇതിനാ വഴക്കിട്ടത്. ശരി ശരി പോട്ടെ പോട്ടെ കഴിഞ്ഞു. അല്ലാണ്ട് നമ്മളത് മനസ്സിൽ വെച്ചോണ്ട് ഇരുന്നിരുന്നിരുന്ന ആ ഒരു ചിന്തയൊന്നുമില്ല. അത് വൈഫും ഹസ്ബൻഡും വഴക്കിട്ടു കഴിഞ്ഞു. അല്ലാണ്ട് അടുത്ത ആർഗ്യുമെന്റ് വരുമ്പോഴത്തേക്കും നീ അന്ന് ഇങ്ങനെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ താൻ ഇങ്ങനെ പറഞ്ഞില്ലേ, ആ മറ്റേ പഴയ സംഭവം എടുത്തിട്ട് പറയാനൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം ഓർമ്മയില്ല, ഉറക്കമില്ലാതെ അല്ല ഇപ്പൊ നമ്മളെ വിശ്വസിച്ചായിരിക്കും ഇപ്പം ഇയാൾ ഓരോ കാര്യം പറയുന്നത്, തിരിച്ചും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പം അത് ഒരു വഴക്കെത്തുമ്പോഴേ നമ്മൾ തിരിച്ച് നമുക്കെതിരെ യൂസ് ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ ആ വിശ്വാസത്തെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാക്സിമം ഒന്നും പറയില്ല. ആ വഴക്ക് എന്തിനെ പറ്റിയാണോ അതിനെപ്പറ്റി മാത്രം പറയും. വഴക്ക് പറഞ്ഞ് സോൾവ് ചെയ്യും. പിന്നിലുള്ള കാര്യങ്ങൾ പിന്നീട് സംസാരിക്കാറില്ല. മിക്കവാറും വഴക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഷൂട്ടിന്റെ എന്തെങ്കിലും സംഭവങ്ങൾ അല്ലെങ്കിൽ അല്ലാണ്ട് വേറൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ ആൾക്കാരുടെ സംഭവം അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറൊന്നുമില്ല. അങ്ങനെ വലിയ വലിയ വഴക്കുകളൊന്നും അങ്ങനെ ഇല്ല. നിങ്ങളുടെ ഡെഫിനിഷൻ ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ ഡെഫിനിഷൻ ഓഫ് ലവ് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുക. അതാണ് ഏറ്റവും വലിയ വേണ്ടത്. റെസ്പെക്ട് ചെയ്യുക. ഇപ്പം റെസ്പെക്ട് ഉണ്ടായി തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക, ഇയാളുടെ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ആണെന്ന് ചിന്തിക്കുക. ഇപ്പം മാരേജ് കഴിഞ്ഞു, വൈഫ് ഇത് ചെയ്തേ പ്രോപ്പർട്ടി അല്ല. അതെ, അങ്ങനെ ചിന്തിക്കും. ഇപ്പൊ കുഞ്ഞാണെ പോലും അങ്ങനെയാണ്. ഇപ്പം അവൻ എന്റെ പ്രോപ്പർട്ടി ഒന്നുമല്ല. അവൻ മറ്റൊരു വ്യക്തിയാണ്, ഇയാൾ മറ്റൊരു വ്യക്തിയാണ്. ഇപ്പം ഇയാൾക്ക് ഇയാളുടെ ഇഷ്ടങ്ങളുണ്ട്, എനിക്ക് എന്റെ ഇഷ്ടങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ചിന്ത വേണം എപ്പോഴും. അപ്പം മെയിൻ സംഭവം റെസ്പെക്ട് ചെയ്യുക. ഇപ്പൊ ഇയാളുടെ കാര്യം പറയുമ്പോഴത്തേക്ക് നീ ചെയ്യണ്ട എന്ന് പറഞ്ഞ പകരം ഇവിടെ അതെന്താ അങ്ങനെ താൻ പറഞ്ഞത് ചോദിക്കുക, ഇരുന്ന് കാര്യം സംസാരിക്കുക. അതാ റെസ്പെക്ട് എന്ന് പറയുന്നത്. ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. ഈ പറഞ്ഞ റെസ്പെക്ട് ഉണ്ടെങ്കിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് വരും. അതുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് ലവ് വരും. അപ്പൊ നമുക്കൊരു എന്താ പറയുക, ഐശ്വര്യം വരും ലൈഫിൽ. അല്ലാണ്ട് ഇപ്പൊ മിക്കവരും കാണാറുണ്ട്, പറയാൻ പോണെങ്കിൽ അറിയാൻ പാടില്ല, ഭയങ്കരമായിട്ട് പറ്റില്ല ദേവാലയത്തിലേക്ക് പോയി ഭയങ്കര പ്രാർത്ഥനയും ചെയ്യുമ്പോൾ അതും ഇതൊക്കെയായിരിക്കും. ഭയങ്കരമായിട്ട് അവിടെ മറ്റേ എന്തായിരുന്നു പൈസ കൊടുക്കുന്നു, ഇവിടെ പുഷ്പാഞ്ജലി, അവിടെ അർച്ചനയെല്ലാം കൊടുക്കാറുണ്ട്. പക്ഷെ മനസ്സിൽ ഭയങ്കര ദുഷിപ്പായിരിക്കും. എന്നിട്ട് ഇവര് ഇരുന്ന് പറയുകയും ചെയ്യും, ഇത്ര കേട്ടു എന്തുകൊണ്ട് ഞാൻ ഗതി പിടിക്കുന്നില്ല, ചിന്തിച്ച് ആൾക്കാരുണ്ടാവും. അത് അവരുടെ മനസ്സിലെ പ്രശ്നം കൊണ്ടാണത്. നേരെ മറിച്ച് നമ്മൾ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതുണ്ടെങ്കിൽ, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ സ്നേഹം വരും. സ്നേഹം ഉണ്ടെങ്കിൽ അവിടെ ഐശ്വര്യം വരും. അതുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് പൈസയും വരും. എന്റെ ലോജിക്ക് സിമ്പിൾ. അതെ, ഇത്രേ ഉള്ളൂ. അല്ലാണ്ട് അതില് മറ്റൊരു എൻറ്റിറ്റിയെ കൊണ്ടുവരേണ്ട ആവശ്യം നമുക്കില്ല. മനസ്സിൽ എപ്പോഴും ഒരു വിളി ഉണ്ടാവുക, അത്രേ ഉള്ളൂ. ഇവിടെ എന്നോട് ചോദിക്കൂ. അവൻ പറഞ്ഞൊക്കെ തന്നെ ഞാൻ യോജിക്കുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ കാര്യം പറയാനുള്ളൂ. ഇത് തന്നെയാണ്, റെസ്പെക്ട് ചെയ്യാൻ മുന്നോട്ട് പോകുന്നതാണ്. ഓക്കെ, ഇനി ഒരു സെഗ്മെന്റ് ആണ്, ഒരു ഫൺ സെഗ്മെന്റ് ആണ്. അപ്പോൾ അതിന് നിങ്ങൾ ഒന്നല്ലെങ്കിൽ 2 സെന്റൻസിനകത്ത് കാര്യം പറയണം. അപ്പോൾ രണ്ടുപേരോടുമാണ് ചോദിക്കുന്നത്. ആദ്യം ഒരാൾ പറയാം, പിന്നെ ഒരാൾ പറയാൻ. ഓക്കെ, ഒന്നും ചോദിക്കരുത്. എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല അതിനെപ്പറ്റി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പാർട്ണറെ ഒരു കടയിൽ നിന്ന് വാങ്ങിയതായിട്ട് വെക്കുക, ഒരു പ്രൊഡക്റ്റ് വാങ്ങി പാർട്ണറെ മേടിച്ചു. അപ്പൊ അതിന്റെ യൂസർ മാനുവലില് ഉണ്ടെങ്കിൽ ഒരു വാണിംഗ് എന്തായിരിക്കും? നിങ്ങൾ ഫസ്റ്റ് അതിൽ വായിക്കാൻ പോകുന്ന ഒരു വാണിംഗ്, ഇതാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട്. ഇവിടെ പറഞ്ഞു, ചൊറിയുന്ന വർത്താനം പറയരുത്, കർണക്കുറ്റിക്ക് അടി കിട്ടും. ഇയാളെ തല്ലൂന്നല്ല, അത് പറ. ഞാൻ നിന്നെയല്ലേ വാങ്ങിച്ചേ, അങ്ങനെ നിന്റെ ഒരു ഇതാ ചൊറിയുന്ന വർത്താനം. ഈ പ്രൊഡക്റ്റിന്റെ ഒരു വാണിംഗ് ആണ്. ഈ പ്രൊഡക്റ്റിനോട് ഇങ്ങനെ കാണിച്ചാൽ ഈ പ്രൊഡക്റ്റിനെ കണ്ട് സംസാരിക്കുക, അല്ലെങ്കിൽ അതിന്റെ തിരിച്ചു കിട്ടുന്ന ഇത് ഭവിഷ്യത്ത് വലുതായിരിക്കും. ഈ പ്രൊഡക്റ്റ് മേടിക്കണമെങ്കിൽ യൂസർ മാനുവൽ ഇല്ല. നമ്മൾ ആക്ച്വലി ഉണ്ടാക്കണം എന്താന്നൊക്കെ മാനുവലുള്ളത്. എന്നാലും ഒന്നുമില്ല, പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് ഇമ്പൾസ് ഭയങ്കരമാണ്, അപ്പൊ തന്നെ ചെയ്യണം. ഇപ്പൊ ചെയ്യണം. ആ സംഭവം ഉണ്ടല്ലോ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ സൂക്ഷിക്കുക, അപ്പൊ തന്നെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം പറയുക. ഒരെണ്ണം കിട്ടി, ഐഡിയാസ് ഒന്നും പറയാൻ പറ്റില്ല. OCD അതുണ്ട്. ഒരു പാത്രം ചരി ചെയ്താൽ പോലും പോയിട്ട് നേരെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. വീട്ടിലെ ആളെണ്ണം കൂടുതലല്ലേ, വീട്ടിലെ ആൾക്കാർ കൂടുതലല്ലേ, അപ്പം ഈ OCD എല്ലാരും പൊതുശല്യമാണ്. വീട്ടില് ജോലിക്കാരി ഉണ്ട്. അപ്പം പുള്ളിയെ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഇങ്ങനെ വെക്കാൻ പറ്റത്തില്ല, ഇനി ഒരു വെച്ചില്ലെന്ന് വിചാരിച്ചു, അപ്പൊ എല്ലായിടും തിരിച്ചു പെറുക്കി വെക്കും.
അവർ കഴിഞ്ഞ ചെയ്തില്ലേ ദിവസം ചെയ്തിരിക്കും. മിലുവിന്റെ ആ, അമ്മ ഇവൻ എന്തൊരു കാര്യത്തിന് ഒരു പാത്രം ചോദിച്ചപ്പോ ഞാൻ ശീതൾ കാണാണ്ട് കുറച്ച് പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഒളിപ്പിച്ചു വെച്ചേക്കുന്നു എന്റെ അമ്മ വീട്ടില് എന്ന് വെച്ചാൽ ഞാനിപ്പോ കിച്ചൺ കൗണ്ടറിൽ നോക്കുമ്പോ ഒരു പാത്രം വെറുതെ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് കിച്ചൺ നല്ല നീറ്റ് ആയിട്ടിരിക്കണം. ഇരിക്കും. ആ, കബോർഡ് ഉണ്ട്, ഞാൻ എടുത്ത് അതിന്റെ ഉള്ളിൽ നോക്കും. ആരുടെ സാധനോട് എന്ത് സാധനം ഒന്നും ഞാൻ ചോദിക്കത്തില്ല, അതെടുത്ത് ഇരിക്കാൻ പാടില്ല. അത് ഇവിടെ ഇരിക്കാൻ പാടില്ല, അതെടുത്ത് നോക്കും. നമ്മള് പിന്നെ സംഭവം കാണത്തില്ല. ആ, ഇപ്പൊ നമ്മള് ആ തിരക്കി ഇപ്പം തുറക്കില്ല. ഞാൻ ഇവിടെ ഞാൻ കാരണം എന്താ, ഇപ്പൊ ഈ പറഞ്ഞ കപ്പോ പ്ലേറ്റ് ആയിക്കോട്ടെ, അതിന്റെ പ്ലേസ് ആക്ച്വലി അവിടെ അടിക്കത്തില്ല. നമ്മളപ്പോ അവിടെ അല്ലേ തപ്പുള്ളൂ. തപ്പി ലാസ്റ്റ് കിട്ടത്തില്ല. എന്നിട്ട് പറയാം എടോ ആ കപ്പം തരോ, അത് ഞാനേ എടുത്ത് സേഫ് ആയിട്ട് വെച്ച്. എവിടെ വെച്ചത്? അധികം മറന്നുപോയി. ഇത് കൊറേ ആയി തുടങ്ങിയിട്ടത്. എവിടെ വെച്ചത്? ഞാൻ മതിയം മറന്നുപോയി. അതെനിക്ക് ഉറക്കമില്ലാതിരുന്ന സമയത്ത് എനിക്ക് ഇച്ചിരി മറവ് തോന്നി. എടുത്ത് വെക്കുന്നു. എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതാണുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് കിടന്ന് കറങ്ങിയിട്ടുണ്ടോ രണ്ടുപേരും? ഇഷ്ടം പോലെ. എത്ര സാധനങ്ങളോ അല്ലേ ഇപ്പോഴും കണ്ടുപിടിക്കാത്തതായിട്ടുള്ള സാധനങ്ങളുണ്ട്. എന്ത് സാധനം മറന്നു. എന്റെ കുറെ സംഭവം ഇപ്പോഴും മിസ്സിംഗ് ഉണ്ട്. ഞാൻ കുറെ സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ ഓർഡർ ചെയ്യുന്ന കൊറിയർ ഒക്കെ താഴെ വന്നിരിക്കുന്നത്. അപ്പൊ ഇയാൾ എടുത്തോണ്ടിരുന്നല്ല മുകളിലോട്ട്. അന്നത്തെ ദിവസം അല്ലെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ നോക്കി, ഞാൻ എടുത്ത് മാറ്റിയില്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ അത് കാണത്തേ ഇല്ല. അതെന്തോ അറിയോ, കൊറിയർ മേടിച്ച് നേരെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെക്കും. അപ്പൊ ഇത് കാർട്ടൺ ബോക്സ് ആണല്ലോ. ഞാൻ രാവിലെ വന്നെങ്കിൽ വൈകുന്നേരം വരെ ഞാൻ നോക്കും ഇത് എടുക്കുന്നുണ്ടോ, എടുത്തില്ല ഞാൻ അത് മാറ്റും. എനിക്കിഷ്ടമല്ല ഡൈനിങ് ടേബിളിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. അത് ഓർമ്മയില്ല. അപ്പോഴത്തെ മൂഡ് പോലെ അല്ല അങ്ങനെയല്ല, യൂട്ടിലിറ്റി റൂമിൽ കൊണ്ടുപോയി ഞാൻ വെക്കും. അതെനിക്ക് ഓർമ്മയില്ല, വെക്കും. ആ മുറി കൊണ്ട് വെക്കും. വേണ്ടവരൊക്കെ അപ്പൊ തന്നെ സാധനങ്ങൾ എടുത്തോളാം. അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കാർട്ടൺ ബോക്സ് വേസ്റ്റ് ബോക്സിൽ ഇട്ടോണം, പ്ലാസ്റ്റിക് വേറെ ഇട്ടോളാം. അതൊക്കെ എനിക്ക് നിർബന്ധം. എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ ചെയ്യണം. യുദ്ധസമാനമായ അന്തരീക്ഷം. അല്ല ഞാനിപ്പോ പണ്ട് മറ്റേ മാരത്തോൺ ഓടാൻ പോവായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ഫോൺ വെക്കാനായിട്ട് ഒരു പൗച്ച് മേടിച്ചു, കൈ കെട്ടാനായിട്ട്. അത് ഞാൻ ഇന്നല്ല ഇപ്പൊ കുറച്ചു തപ്പിക്കൊണ്ടിരിക്കുക. സിനിമ തന്നെ പൗച്ച് ഉണ്ടായിരുന്നോ? ആ കണ്ട എവിടെ ഇരിപ്പുണ്ട് അത് ഞാൻ എവിടെ വെച്ച് അതെനിക്ക് ഓർമ്മയില്ല. സേഫ് ആയിട്ട് ഒളിപ്പിച്ചു. ഞാൻ ഇപ്പൊ ഇന്ന് വേറെ ഓർഡർ ചെയ്ത പുതിയതായിട്ട്. പിന്നല്ലാതെ ഐസ് ബാഗ് അത് കാണുന്നില്ല. അത് പുതിയ മേടിച്ചു. ഐസ് ബാഗ് അത് കാണുന്നില്ല. അല്ല അത് ഫ്രിഡ്ജില് അങ്ങനെയല്ലേ, ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ടോ? അത് പിന്നെ കാണത്തില്ല. അതാ ഇടയ്ക്ക് അമ്മയും പറഞ്ഞു ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുത്തിട്ടില്ല. അമ്മ ബാക്കിലത്തെ സ്റ്റോർ റൂം ഉണ്ട്, അതിന്റെ അങ്ങേ ഏറ്റവും കൊണ്ട് പൂഴ്ത്തി വെച്ചേക്കുന്ന ഇങ്ങനെ. എന്തോ അമ്മ ഇത്? മോനെ പഴയ പ്ലാസ്റ്റിക് കുപ്പിയാ, സിലിണ്ടർ എടുത്ത് കളഞ്ഞാൽ എന്ത് ചെയ്യുന്നത്? വയ്യാത്ത. അല്ല ഐസ് ബാഗ് എപ്പം എടുത്തെന്ന് വിചാരിച്ചു. ഇപ്പൊ അഞ്ചിന് പേരുണ്ട് ഐസ് വെച്ചിട്ട് നമ്മളവിടെ വെക്കും. പിന്നെ ഇത് കാണത്തില്ല, അവിടെയും കാണത്തില്ല, ഫ്രിഡ്ജിലും കാണത്തില്ല. പക്ഷെ വീട് വൃത്തിയായിട്ടിരിക്കും കേട്ടോ. വീട് ഫുള്ള് വൃത്തിയാണ്. ഇതുകൊണ്ട് വൃത്തിയാണ്. ഞങ്ങളുടെ മോനും അങ്ങനെ. അവന് കാര്യം 1 വയസ്സുള്ളെങ്കിലും അവൻ സാധനം അതുപോലെ തിരിച്ചുകൊണ്ട് വെക്കും. ആകെ എനിക്ക് ദൈവത്തിനോട് നന്ദിയുണ്ട് ഇവനെ പോലെ ആവാത്ത. അല്ല ഇടയ്ക്ക് എന്തായിരുന്നു, ഞങ്ങള് ഇവിടെ പോയി മറ്റേ തായ്ലൻഡിൽ പോയപ്പോഴത്തേക്കും അവിടുന്ന് സംഭവം ഉണ്ടായത്, അവൻ 2 ചെറിയ ബോട്ടില് വെച്ചിട്ട് ഇങ്ങനെ കളിക്കുമായിരുന്നു. അപ്പൊ എന്റെ അടുത്തോട്ട് നടന്നു വന്നപ്പോ ഈ ഹോട്ടൽ റൂമിൽ ലോക്കർ ഉണ്ടാവുമല്ലോ, അപ്പൊ ഇവന്റെ സൈസിന് ഇരിക്കുന്ന ലോക്കർ. അപ്പൊ അവൻ ഇങ്ങനെ കുത്തിയപ്പോ അതിനകത്ത് ലൈറ്റ് വരുന്നു. അപ്പൊ അമ്മ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ കുഞ്ഞു കുത്തി കളിച്ചോന്ന് പറഞ്ഞു. അപ്പൊ ഇവന് ഈ കുപ്പി വെക്കാൻ സ്ഥലമില്ല. ഞാൻ നോക്കിയപ്പോ വേഗം തിരിച്ചു ആ എടുത്തോടത്തോടെ കുപ്പി വെച്ചിട്ട് തിരിച്ചു വന്നത് അത് കുത്തി കളിക്കണം. അപ്പൊ ഈ സന്തോഷമായി. ഇന്നതുപോലെ കസേര ആശാൻ ബലൂൺ കസേരയിൽ പോയി. ബലൂൺ ഭയങ്കര ഭ്രാന്ത, ബലൂണും ബോളും ഭയങ്കര ഭ്രാന്തവന്. അപ്പൊ ബലൂൺ വീട്ടിലൊരു വലിയൊരു മുകളത്തെ ഷെൽഫിൽ മൊത്തം നിറച്ച് വെച്ചിട്ടുണ്ട്, ഊതി പിടിപ്പിച്ചാൽ മാത്രം മതി. അപ്പം ഇന്ന് ബലൂൺ കസേര കടിയിൽ പോയി. നമ്മുടെ ടേബിളിന്റെ ചുറ്റും കസേരയാണ്. കസേര അവിടുന്ന് തെള്ളി മാറ്റി ബലൂൺ എടുത്ത്, എന്നിട്ട് തിരിച്ച് അപ്പുറത്ത് പോയിട്ട് കസേര തിരിച്ച് തെള്ളി ഇങ്ങോട്ട് നീക്കി വെക്കും. അയ്യോ നല്ല വെച്ചല്ലേ, ഭയങ്കര. അത് അവനെ നിർബന്ധിച്ചിട്ടല്ല, അവൻ എങ്ങനെയോ തന്നെ എങ്ങനെയോ പഠിച്ചാണ്. അത് കണ്ട് കോപ്പി ചെയ്ത് ശീലിക്കുന്ന നല്ല കാര്യമാണ്. കോപ്പി ചെയ്തില്ലല്ലോ, ഭാഗ്യം. അടുത്ത ചോദ്യം, അതെ നിങ്ങളുടെ പാർട്ണറുടെ കയ്യിലുള്ള ഒരു വിചിത്രമായ ഒരു എന്താ പറയാ ഒരു സൂപ്പർ പവർ, ആർക്കും യൂസ്ലെസ് സൂപ്പർ പവർ എന്നൊക്കെ പറയില്ല. യൂസ്ലെസ് സൂപ്പർ പവറാ? എങ്ങനെ ഇരുന്ന് ഇവൻ ഈ സമയത്ത് ഇറങ്ങാതിരിക്കുന്നത് എന്തിട്ട് പവറടാ അത്? അത് പവറല്ല, എനിക്ക് അറിയത്തില്ല എങ്ങനെ ഇവ സമയം വൈകിക്കുന്നെന്ന്. ഇവൻ ചിലപ്പോ 6:30 എഴുന്നേറ്റ് കുളിച്ച് ഭക്ഷണം കഴിച്ചൊക്കെ റെഡി ആക്കിയിരിക്കും. അപ്പൊ ഞാൻ ഓർക്കും ഇന്ന് ഇവൻ എല്ലാ പണിയും നേരത്തെ തീർത്തിരിക്കും, ഇവൻ കൃത്യസമയത്ത് ഇറങ്ങും. എങ്ങനെയെങ്കിലും ഒക്കെ വൈകിക്കും. അത് എങ്ങനെയാ എനിക്ക് അറിയത്തില്ല എന്റെ കുട്ടൻസ്. അതൊരു ഡ്രോബാക്ക് അല്ലേ? അതല്ലേ യൂസ്ലെസ് പവർ എന്ന് ചോദിച്ചേ. അത് പവർ വരുന്നത് എങ്ങനെയാ? സോറി ഞാൻ ലോജിക്കലി അതുപോലെ ഇവിടെ തിരിച്ചാ യൂസ്ലെസ് സൂപ്പർ പവർ പറയുമ്പോ സാധനങ്ങളൊക്കെ വാനിഷ് ചെയ്യാൻ അത് മജീഷ്യൻ ആണല്ലോ, അത് നേരത്തെ പറഞ്ഞില്ലേ. മറ്റേ പവർ പറഞ്ഞു കൂട്ടെ, ഫ്രണ്ടില് വാച്ചിരുന്നാലും കാണത്തില്ല. അത് ഞാൻ അത് ആക്ച്വലി എനിക്ക് മാത്രമല്ല കേട്ടോ, അത് മിക്ക ഭർത്താക്കന്മാർക്കും ഉള്ള സംഭവമാണ്. ഇപ്പം എന്റെ വാച്ച് അല്ലെ എന്തോ ആയിക്കോട്ടെ, എന്റെ വാച്ചോ അല്ലെങ്കിൽ സ്പെക്സോ എന്തോ ആയിക്കോട്ടെ, ഞാൻ പോയി ഡ്രോ തുറന്നു നോക്കും, കാണത്തില്ല. ഞാൻ ശരി തമാശ പറയല്ലേ, ഡ്രോ മൊത്തം ടോപ്പ് ടു ബോട്ടം അരിച്ച് ഞാൻ മുറുകും. ഞാൻ എന്റെ പെട്ടിയൊക്കെ എടുത്ത് നീക്കി വെക്കും, എല്ലാം നോക്കും, ഡ്രോ തുറന്നു നോക്കും, രക്ഷയില്ല.
ഡ്രോ ചെയ്ത് വേറെ ഡ്രോ ഉണ്ട്, അതെല്ലാം തുറന്നു നോക്കിയിട്ട് എങ്ങും കാണത്തില്ല. ഞാൻ ഷീതമ്മ ഇത് കാണുന്നില്ല. എടാ അവിടെ ഉണ്ടോ അത് നോക്ക് നീ. ഞാൻ ഷീതമ്മ സത്യമായിട്ട് ഞാൻ കണ്ടില്ല, താൻ നോക്ക്. താൻ എടുത്ത് മാറ്റി കാരണം ഇതാണുള്ള സ്വഭാവം. ഞാൻ പറഞ്ഞു എടാ അവിടെ ഉണ്ട്, ഞാൻ കണ്ടതല്ലേ. ഞാൻ താൻ ഒന്ന് നോക്കാൻ പറഞ്ഞു ഇങ്ങോട്ട്. അപ്പോഴത്തേക്കും ഞാൻ അവിടെ ഉണ്ട് കണ്ടാ. ഞാൻ ഇല്ല ഞാൻ നോക്കിയോ, ഞാൻ മൊത്തം അടിവിട്ട് മുടി നോക്കിയിട്ടുണ്ടെന്ന് പറയും. വന്നിട്ട് ഇതെന്തുവാടാ ഇത് നോക്കുമ്പോഴത്തേക്കും തൊട്ട് അല്ല എന്നിട്ട് ഈ പറഞ്ഞ എന്താ ഇരിപ്പുണ്ടായിരിക്കും, ഞാൻ കാണത്തില്ല. അതൊരു സൂപ്പറാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഡ്രൈവ് ചെയ്യുക കാർ, ഇവൻ ഇപ്പുറത്തിരിക്കുക. അപ്പൊ എന്റെ ബാഗിൽ രണ്ട് ഫോണേ ബാഗിലുള്ളൂ. അപ്പൊ ഞാൻ ഇവനിക്കൂട്ടെ എന്റെ ആ ആൻഡ്രോയിഡ് ഫോൺ എടുക്കുന്നു പറഞ്ഞപ്പോ ഇവൻ തപ്പിയിട്ട് എടോ ആ ഫോൺ ഇല്ല, താൻ എടുത്തില്ല. ഞാൻ പറയില്ല, ഞാൻ ആ ഫോൺ എടുത്തതാ, നോക്ക് നീ. നോക്കി നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ഇരിക്കൂട്ടെ ഞാനെങ്ങാനും കഴിഞ്ഞിട്ട് ആ ഫോൺ അതിനകത്ത് കിട്ടിയ ഒന്നും കൂടെ തപ്പിയിട്ട് ഇതിന്റെ അകത്തില്ല, ഉറപ്പാ. 5000 രൂപ പറ്റ്. ഞാൻ ഡ്രൈവ് ചെയ്യോട്ടോ, ഒരു കൈ ഇട്ടിട്ട് എന്തുവാടാ ഇത് എന്നോട് പറഞ്ഞേ താൻ മന്ത്രവാദിയാണെന്ന് എന്നോട് പറയണം. തമാശല്ല. ഞാൻ ഉണ്ടല്ലോ, ഞാൻ ബാഗ് എടുത്ത് മടി വെച്ചിട്ട് ഞാൻ ഓരോ ഫോണും പുറത്ത് വെച്ച് നോക്കിയേ. ഇനി എന്റെ കണ്ണൂർ കാര്യമല്ലോ, ഞാൻ ഓരോ ഫോൺ പുറത്ത് വെച്ച് നോക്കിയേ. ഒരു ഫോൺ പുറത്തെടുത്ത് വെച്ച് നോക്കിയിട്ട് മൊത്തം 3 ഫോൺ ഉണ്ട്. 2 ഫോൺ എനിക്ക് കിട്ടി. തേർഡ് ഫോൺ ഞാൻ ഫുള്ള് തപ്പി കിട്ടിയില്ല. ഫ്രണ്ടിലത്തെ സിബ് ഓർന്ന് എല്ലാം കാണുന്നില്ല, ബാക്ക് സിബ് ഒന്നും കാണുന്നില്ല. മൊത്തം നോക്കിയേ, കുലുക്കിയപ്പോ കുലുങ്ങുന്നില്ല ബാഗ്. ഒരു വെയിറ്റ് കാണുമല്ലോ, ഒന്നുമില്ല. ഞാൻ അപ്പൊ എനിക്ക് ഉറപ്പായി ഫോണില്ലെന്ന് മനസ്സിലായി. ഇദ്ദേഹം കൈ ഇടുന്നു, ഫോൺ എടുക്കുന്നു. സത്യമല്ലേ ഞാൻ മന്ത്രവാദില്ലേ പറഞ്ഞേ? മന്ത്രവാദി. പിന്നെ മന്ത്രവാദി വെച്ചതാ. എനിക്കറിയത്തില്ല. ഇവിടെ ഇതുപോലെ ഒരുപാട് ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആദ്യമൊക്കെ വലിയ കാര്യമൊക്കെ എടുത്തില്ല. അതിനുശേഷം ഞാൻ ഇവനുകൂടെ ഞാൻ വന്നിട്ട് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പോ ഇവന് ടെൻഷനാവും, ഒന്നും കൂടെ തപ്പു. അപ്പോഴും കിട്ടത്തില്ല. ഞാൻ സ്പെക്സ് ഒക്കെ വെച്ച് ഇങ്ങനെയൊക്കെ നോക്കും. ഞാൻ വല്ലുകൊണ്ടോ എന്തെങ്കിലും ഉണ്ടോ കാണത്തില്ല. ഇദ്ദേഹം വരും, ഇതെന്തുവാണ് ഇത് അവിടെ ഇരിപ്പുണ്ട്. എനിക്ക് മനസ്സിലാവും, എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ വഴക്കൊന്നുമില്ല കേട്ടോ, ഞങ്ങൾ ചിരിച്ച് തള്ളത്തേ ഉള്ളൂ. കഴിഞ്ഞു. നീ അന്തരാന്ന് പറയും, നീ അന്തരാതുകൊണ്ട് കളിയാക്കിട്ട് പോകത്തേ ഉള്ളൂ. ഓക്കെ, അടുത്തത് ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. നിങ്ങൾ രണ്ടുപേരും ഒരു പാരലൽ യൂണിവേഴ്സിൽ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വ്ളോഗിങ്ങോ കാര്യങ്ങളോ കണ്ടന്റ് ക്രിയേഷനോ ഒന്നുമില്ല, എന്ത് ജോലിയായിരിക്കും അവിടെ ചെയ്യാൻ ചാൻസ് ഉള്ളത്? നിങ്ങളുടെ ടാലന്റ് വെച്ചിട്ട് വ്ളോഗിങ്ങോ കണ്ടന്റ് ക്രിയേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, എന്തായിരിക്കും രണ്ടുപേരും ചെയ്യാൻ ചാൻസ് ഉള്ളത്? ഞാൻ എന്ത് ചെയ്യും? വേറൊരു ലോകത്ത്, വേറൊരു ശീതൽ, വേറൊരു കരാട്ടെ മാസ്റ്റർ ആവാൻ പോയിരിക്കും. പാരലൽ ഓൾട്ടർനേറ്റീവ് അല്ല, അവിടെ വേറെ നമ്മളെ പോലെ തന്നെ അവിടെ. നമ്മളെ പോലെ തന്നെ അവിടെ ഇതിൽ ഒരുപാട് ലോജിക്ക് കൊണ്ടുവരില്ലേ? ഫൺ. ഓ സോറി, ഫൺ ഫൺ. ഞാൻ ഇതൊക്കെ വായിക്കുന്നത് കൊണ്ടുവരുന്നതാണ്. വേണ്ട വേണ്ട, ഫൺ വേറെ സ്ഥലത്ത്. ശരിയാ, കരാട്ടെങ്കിൽ അങ്ങനെ ശരിയായിരിക്കും. ഞാൻ ഇങ്ങനെ കൊറേ പറമ്പ് വാങ്ങിച്ചിട്ട് കൃഷി, ചീര, അല്ല പണിക്കാരെ നിർത്തും. പണിയെടുക്കില്ല, പണിക്കാരാ ഞാൻ. ഒഴിവ് സമയം കിട്ടുമ്പോ കൃഷി ഇടക്കിടക്ക് ഡെയിലി നോക്കിയാന്ന് പറയും. ഇടക്കിടക്ക് നോക്കിയത് എപ്പോഴും ഡെയിലി രാവിലെ. അങ്ങനെ അങ്ങനെ അതാണ് എനിക്കിഷ്ടം. പ്രകൃതിയൊക്കെ അങ്ങനെ കൃഷിയും കരാട്ടെ ആയിരിക്കും നല്ല കോമ്പിനേഷൻ. രണ്ടിലും കായുണ്ടല്ലോ. അല്ല പക്ഷെ എനിക്ക് ആ കൃഷി കൂടുതൽ ഇഷ്ടം. പക്ഷെ അതിനുള്ള സമയം വരുന്നല്ലേ ഉള്ളൂ, ടൈം ഉണ്ടല്ലോ. കുറച്ച് നാളെ കഴിഞ്ഞെല്ലാം ഒന്ന് പ്ലാനുണ്ട്. ഉണ്ട്, നല്ലതാണ്. അപ്പൊ അടുത്തത് ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർക്കെതിരെ ഒരു കേസ് കൊടുക്കുകയാണ്. എന്തിനായിരിക്കും കേസ് കൊടുക്കാൻ ചാൻസ് ഉള്ളത്? ഞാൻ പറയാം, എന്നെ കൊണ്ട് പട്ടിപ്പണി ചെയ്യിപ്പിക്കുന്നത് കേസ് കൊടുക്കും. ഇപ്പൊ ഞാൻ പണിയെടുപ്പിക്കാറില്ലല്ലോ. ഞാൻ പണ്ടത്തെ കാര്യം വെച്ചാ പറഞ്ഞത്. പണ്ടത്തെ കാര്യം വെച്ച് കേസ് കൊടുക്കാൻ പറ്റില്ല, ഇപ്പൊ എന്തെങ്കിലും വെച്ച് വേണം കൊടുക്കാൻ. അത് പറ്റത്തില്ല, ഇപ്പൊ കേസ് കൊടുക്കാൻ പറ്റത്തില്ല. പഴയ കാര്യത്തിന് കേസ് കൊടുക്കാൻ പറ്റില്ല. എന്റെ കാര്യത്തിൽ ചെയ്തു പറയുന്നത് പണിയെടുപ്പിക്കും. ഞാൻ ഒരു ദിവസം ഒരു 10-16 മണിക്കൂറൊക്കെ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇദ്ദേഹം കിടന്ന് ഉറങ്ങിക്കളയും, സുഖമായിട്ട് ഉറങ്ങിക്കളയും. അതെനിക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയാൻ പാടാത്തോണ്ടല്ലേ ഞാൻ സഹായിക്കും. അന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ പഠിച്ചു എന്നാലും തരത്തില്ല, അവന് ഉറങ്ങാൻ പറ്റൂലെന്ന്. ഇവനില്ലെങ്കിൽ ഞാൻ നന്നായിട്ട് ഓടിക്കും. ഇവൻ പഠിക്കാത്തുണ്ടെങ്കിൽ ലിഫ്റ്റിൽ അത്ര സ്ഥലം കൊടുത്താൻ എന്തിനാ റൈറ്റിൽ കൂടെ പോണേ? വേറൊന്നുമില്ല, നമുക്ക് അറിയുന്ന ഒരാളെത്തിക്കുമ്പോഴത്തേക്ക് നമ്മൾ പറയും. ഇപ്പൊ അറിയത്തില്ലെങ്കിൽ ഇയാളെ കുറെ പീക്കിരി പിള്ളേരൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് പോലും പറയത്തില്ല. അതൊന്നും അറിയത്തില്ലല്ലോ, കുഞ്ഞു പിള്ളേരല്ലല്ലോ. അപ്പൊ ഒന്നും മിണ്ടത്തില്ല. ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ട് പറയത്തേ ഉള്ളവര്. അല്ലാണ്ട് ഇപ്പൊ ഞാനൊക്കെ ഇവിടെ ഇൻഡിക്കേറ്റർ ഇവിടെ ഫോൺ അടിക്കണോ അത് പറഞ്ഞോണ്ടിരിക്കും ഞാൻ. അല്ലെങ്കിൽ ഒരു വണ്ടി വളയ്ക്കുമ്പോഴേടോ മാക്സിമം സൈഡ് എടുത്തേ അങ്ങോട്ട് കയറ്റല്ലേ എന്നൊക്കെ പറയും. കാരണം ഇതിലെ വണ്ടി വന്നാൽ അവർക്ക് പോകണം, ഗ്യാപ്പ് പോകണമല്ലോ. അത് വന്നെങ്കിലല്ലേ, വണ്ടി ഇല്ലാത്തോടത്ത് ഞാൻ എന്തിനാണ് അത്ര കയറ്റി. ഞാൻ പറഞ്ഞോ, ഇങ്ങനെ ഇപ്പൊ ചെയ്താൽ മാത്രം നമുക്ക് കറക്റ്റ് സമയമാകുമ്പോ ഇത് കറക്റ്റ് വരത്തുള്ളൂ എന്ന് ഞാൻ പറയും. വണ്ടി വരുമ്പോ ഞാൻ മാറ്റിക്കോളാം. ഇന്നലെ ഒരാൾ ഇടിച്ച് കളയേണ്ട സമയം കഴിഞ്ഞു ബൈക്കാരുടെ.
ഇന്നലെ വരുന്ന വഴിക്കുണ്ടല്ലോ കുഞ്ഞ് കരഞ്ഞു, കാറിന് വരുവായി, കുഞ്ഞ് കരഞ്ഞപ്പോൾ ടെൻഷനായി. ഞാൻ ബാക്കിൽ സ്കൂട്ടറിന് വരുവായിരുന്നു, ഞങ്ങൾ വണ്ടി വാഷ് ചെയ്യാൻ കൊടുത്തിരിക്കുകയായിരുന്നു. അപ്പൊ വന്നപ്പോഴത്തേക്കും ബാക്കിൽ സ്കൂട്ടറിന് വരുവാണ്, ഞാൻ ഫ്രണ്ടിൽ പോവാ. ഒരു വളവ് വന്നപ്പോ ഉണ്ട്, ഞാൻ നോക്കിയപ്പോ ഉണ്ട് ആ റോഡിൽ 2 വണ്ടിക്ക് പോവാ, ഒറ്റ വണ്ടിക്കുള്ള ഇത്ര റോഡിന്റെ സെന്ററിലൂടെ വളച്ചേക്കുന്നു. ഒരു ബൈക്ക് എതിരെ വരുവാടെ, പുള്ളിക്കാരൻ നേരെ അപ്പുറത്തെ വീട്ടിൽ കൂടി കയറ്റി ബൈക്ക് നിർത്തിക്കുന്നു. എന്നിട്ട് നോക്കൊന്ന് പോകുന്നതായിട്ട് വണ്ടി. അതെന്താ അറിയോ, കുഞ്ഞ് കരഞ്ഞാൽ കുഞ്ഞിനെ ഞാൻ കാർ ചെയറിൽ സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരുത്തിയേക്കണം. അവന്റെ കയ്യിൽ ഒരു ബോൾ ഉണ്ടായി, താഴത്തോട്ട് പോയപ്പോ അവൻ അമ്മേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുമ്പിട്ടപ്പോ ഞാൻ ഓർത്ത് കൊച്ചു സീറ്റ് ബെൽറ്റ് ഇതിന് തെറിച്ചു വീണ് പോയെന്ന് ഓർത്ത്. ബോള് പോയതാ. അപ്പൊ ഞാൻ മോനെ അമ്മ എടുത്തു തരാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ബൈക്കാരൻ അപ്പുറത്തെ വീട്ടിൽ കൂടി കയറ്റി നിർത്തിയേക്കുന്നു. ഇങ്ങനെ നോക്കിയപ്പോ പുള്ളി എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. മിക്കവാറും അച്ഛനെ സ്മരിച്ചായിരിക്കും. അല്ല, മിക്കവാറും അച്ഛനെ സ്മരിച്ചായിരിക്കും. അടിപൊളി. ഇവിടെ എന്തിനായിരിക്കും കേസ് കൊടുക്കുന്നത്? ഞാൻ തുടക്കം മുതൽ ഒരേ കാര്യം പറയുന്നത്, പഞ്ച്വാലിറ്റി. എന്നെ ഒരു സ്ഥലത്ത് സമയത്ത് ഇവനെ എത്തിക്കത്തില്ല, അതിനെതിരെ ഞാൻ ഇവന് കേസ് കൊടുക്കും. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് തന്നെ പോട്ടെ. ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു. നമുക്ക് ഷോ എൻഡ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഓക്കെ, നല്ല ഇന്റർവ്യൂ. താങ്ക് യു.